A+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം. നവകിരണം പദ്ധതി കേന്ദ്ര സർക്കാർ നൽകിയ ഫണ്ട് പിണറായി സർക്കാർ വകമാറ്റി ചെലവഴിച്ചുവെന്ന് PK ബഷീർ MLA. വനം വകുപ്പിനെയും സംസ്ഥാന സർക്കാരിനെയും വിശ്വസിച്ച് ഭൂമി നൽകിയവരാണ് ഇപ്പോൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നതെന്നും PK ബഷീർ MLA പറഞ്ഞു. കാരണം ഞാനെല്ലാം ഒപ്പുണ്ട്. ഒന്ന് സർക്കാർ പൈസ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കണേ, അതിൽ ആ പൈസ എന്തോ ചെയ്തു. ഇപ്പം അറിയാം, ആദ്യം എടുത്തവർക്ക് ഒന്നാം കൂടെ കൊടുത്തു, രണ്ടാം കൂടെ കൊടുത്തില്ല. അറിയാലോ, ചിലർക്ക് പൈസ പുസ്തകനാണ് കൊടുത്തു, ഓനാട് പോയി. ഈ പൈസ എടുത്ത് ഞാൻ ആ 5 ലക്ഷം കിട്ടുന്ന ഞാൻ 1 കിട്ടി 2 കിട്ടിയ 3 കഴിയും. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഞാനിത് ഒന്നും കൂടി കൊടുക്കാം. പിന്നെ എന്താ ഞാനെന്ന് നിങ്ങൾ യാഥാർത്ഥ്യം പറഞ്ഞത്, ഇത് 10-ാം തീയതി ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ ഒരു കടലാസ് നീങ്ങൂല. ഇത് കൊടുത്താലും എല്ലാവരും ഓരോ കാര്യമായിട്ട് നടക്കുകയാണ്. ഇതാണ് എൻ്റെ വിഷയം. ഞാനൊന്നും കൂടി പറയാം. കാരണം ഇത് 2 പ്രാവശ്യം പറഞ്ഞാൽ ഇപ്പം ഇങ്ങനെ എപ്പോഴും പേരും കാണുന്നതൊക്കെ വ്യത്യസ്തം തരുന്നുണ്ട്. അതൊന്നും ഞാൻ പറയുന്നത് എനിക്ക് പ്രയാസം അറിയാം. ഗവൺമെൻറ് മാറി അപ്പം ആലോചിക്കാം സാർ. നവകിരണം പദ്ധതിയിൽ തങ്ങളുടെ ഭൂമി വനം വകുപ്പിന് നൽകി 5 വർഷമായിട്ടും പണം ലഭിക്കാത്ത ചാലിയാർ പഞ്ചായത്തിലെ പൊക്കോട്, പന്നിയംകാട്, പെരിയങ്കുത്ത്, തണ്ണിപ്പോയിൽ, വടക്കേ പെരുമുണ്ട ഭാഗങ്ങളിലെ കുടുംബങ്ങൾ നൽകിയ നിവേദനത്തെ തുടർന്ന് പ്രതികരിക്കുകയായിരുന്നു MLA. ഇക്കാര്യം വനം വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അനുകൂല നിലപാട് ഉണ്ടായിട്ടില്ല. ഭൂമി നൽകിയവർക്ക് കൊടുക്കാനുള്ള പണം മറ്റ് ആവശ്യങ്ങൾക്കായി മാറ്റി ചെലവഴിച്ചതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. നിവേദനം വീണ്ടും മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നൽകാമെന്നും MLA പറഞ്ഞു. ഇക്കാര്യത്തിൽ ഈ കുടുംബങ്ങൾക്ക് പണം ലഭ്യമാക്കാൻ നടപടി സർക്കാരാണ് സ്വീകരിക്കേണ്ടതെന്നും MLA കൂട്ടിച്ചേർത്തു. MLA മനസ്സിലായി, ഈ നവകേരളം പദ്ധതി സർക്കാർ വകമാറി പൈസ ചെലവാക്കിയതാ. പണം കുറെ വന്നിരുന്നു. അതിൽ ആദ്യം എടുത്ത ആൾക്കാർക്ക് 15 ലക്ഷത്തിന് 1 കോടി എടുത്ത് 2 കൊടുത്ത് പിന്നെ പൈസ കൊടുത്തില്ല. അവരും പിന്നെ ആകെ ബുദ്ധിമുട്ടി നിൽക്കുകയാണ്. ഇത് രണ്ടാമത്തെ ഇവരെ ഈ പദ്ധതി കൊടുത്തിട്ട് ഏറ്റെടുക്കുന്നതാണ്. ഇതിന് ഫണ്ട് തന്നില്ല. ഞാൻ ഇവിടുത്തെ ആൾക്കാർ 3 പ്രാവശ്യം പറഞ്ഞു. പിന്നെ പ്രാവശ്യം ഒരു പ്രതിപക്ഷ നേതാവിന്റെ അടുത്ത് വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരുവനന്തപുരത്ത് പോയി മന്ത്രി ശശീന്ദ്രൻ മിനിസ്റ്ററോട് സംസാരിച്ചു. അപ്പൊ അതിന് കുറെ സാങ്കേതിക തടസ്സമാണ് പറയുന്നത്. ഇനി എന്താ ചെയ്യാ? അല്ല പിന്നെന്താ? A+ വിഷൻ ചാലിയാർ. വിവിധ ഇനം തെങ്ങിൻ തൈകൾ, 30 ഇനം പ്ലാവിൻ തൈകൾ, 60 ഇനം മാവിൻ തൈകൾ, 10 ഇനം റംബൂട്ടാൻ, 14 ഇനം പേരകൾ, 10 ഇനം ചാമ്പകൾ, എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ ചെടികൾ. മോഹിത് നഗർ, ഇന്റർമംഗള, കാസർഗോഡൻ കൊമങ്ങിൻ തൈകൾ, ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ, ആമ്പൽ, താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ. സിമന്റ്, മണ്ണ്, പ്ലാസ്റ്റിക്, സെറാമിക്, ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം. ജൈവവളങ്ങൾ, ജൈവ കീടനാശിനി, ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ, അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ. ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ച് നൽകുകയും ചെയ്യുന്നു. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875.